ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. തൃശ്ശൂർ സുരേഷ് ഗോപി അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിനെ കിട്ടും, കേന്ദ്രമന്ത്രി. VVPAT ഉള്ളിടത്തോളം കാലം, ഈ മെഷീൻ വോട്ടിംഗ് മെഷീൻ ഉള്ളിടത്തോളം കാലം മോദിനെ താഴെ ഇറക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ വർഗീയത ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ VS സുനിൽകുമാർ ജയിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. അത് പൊള്ളയിൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയാണെന്നാണ്. साले कुत्ते चुप का बैठो, उधर बैठो, ऐसा बात करते हैं ये उल्लू का पट्टा लोग. हम लोग क्या करेगा? ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ LDP വിജയിക്കാനാണ് വിജയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് വികസനം ഇടതുപക്ഷ ചെയ്തിട്ടുണ്ട്. പാലങ്ങളായിട്ടും സ്കൂളുകളായിട്ടും മറ്റുള്ള ഇതുകളായിട്ടും മരുന്നുകളായാലും മറ്റേ ആശുപത്രികളായാലും അങ്ങനെ വികസനം ഒരുപാട് വന്നിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ ഭാഗമായിട്ട് സുനിൽകുമാറോട് ജയിക്കാനാണ് ഞാൻ കാണുന്നത്, എനിക്കൊരു തോന്നൽ. അതിന് വല്ലതും ധൈര്യമായിട്ടും പറഞ്ഞത് ഇടതുപക്ഷം ജയിക്കാൻ സാധ്യത കൂടുതലാണെന്ന്. പിന്നെ ബാക്കി മറ്റത്തെ ആൾക്ക് എത്ര കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഇടതുപക്ഷത്ത് വിജയിക്കുന്നു ഞാൻ കണക്കൂട്ടുന്നത്. സുരേഷ് ഗോപിക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആൾ വളരെ നിരാശരായി മടങ്ങി. ഈ പ്രാവശ്യം ഇപ്പോൾ ഈ കിട്ടിയെന്ന് മുഴുവൻ പറയാൻ കഴിയില്ല. രണ്ടാവസ്ഥയിൽ കാണുന്നത് അത്രയും എനിക്ക് പറയാനുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എന്തെങ്കിലും ഗുണം ചെയ്യോ സുരേഷ് ഗോപിയുടെ? സുരേഷ് ഗോപിക്ക് അങ്ങനെ ചോദിച്ചാൽ മുഴുവൻ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല എനിക്ക്. തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ അത് K മുരളീധരൻ ജയിക്കും. ആ എന്താ ഉറപ്പ്? ഉറപ്പെന്ന് വെച്ചാൽ മറ്റുള്ള പാർട്ടിക്കാരുടെ ഭരണകർത്താക്കളുടെ തള്ള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കാര്യം നേരെ നടന്നിട്ടുണ്ടോ? പ്രവാസികളെ സംബന്ധിച്ച് എന്താണ്, ആൾ 6 മാസത്തെ ശമ്പളം അക്കൗണ്ടിലിടും വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അത് പ്രതീക്ഷിച്ച് ഞാൻ വെറുതെ വന്ന 2-3 കൊല്ലം മുമ്പ് അതും പോയി, ഉള്ള ജോലിയും പോയി. ജോലി പോയിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ തള്ള് ഈ പാവങ്ങളെ തള്ളി മറിച്ചിട്ടിട്ട് എന്താ കാര്യം? പിന്നെ ഇപ്പം ഇവിടെ നിൽക്കുന്ന സുനിൽകുമാർ എന്ന് പറഞ്ഞ ഇയാൾ എന്താ കാട്ടിക്കൂട്ടുക? കർഷകർക്ക് ഉള്ള സബ്സിഡി വരെ എഴുതി വേണ്ടാന്ന് പറഞ്ഞ് എഴുതി അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് നൽകിയതാണ്. ആ കർഷകരെയും കൂടി പെരുവഴിയിലാക്കി. പിന്നെ ഇപ്പം അച്ഛനും മകളും നല്ല നല്ല കമ്പനികൾ അവരുടെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തത് അവരും മിടുക്കന്മാരായി, ജനങ്ങളോ പെരുവഴിയിലും. സുരേഷ് ഗോപി സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടത് അത് എങ്ങനെ നോക്കിക്കാണുന്നു? ആൾ നല്ലൊരു അഭിനേതാവും നടനും അതുമാതിരി ഒരു നന്മമാരൊക്കെയാണ്. അതിൽ നമുക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷേ ആളുടെ ആ പ്രത്യയ ശാസ്ത്രം അത് ശരിയല്ല. ആൾ വിശ്വസിക്കുന്ന ആ തത്വശാസ്ത്രം ശരിയല്ല. അതായത് തൽക്കാലം ഒരു തട, അത് കഴിഞ്ഞാൽ ഇപ്പോൾ മണിപ്പൂർ കണ്ടില്ലേ നമ്മളെന്താ ഉണ്ടായത്? അവിടെ ഇത്ര പേർക്ക് ക്രിസ്ത്യാനികളുണ്ട്, അവരൊന്നും BJPക്കാരല്ലായിരുന്നു. അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തത് അവരെ പെരുവഴിയിലാക്കി, എല്ലാത്തിനും ചുട്ടു വന്നു. ആരാ ചോദിക്കാനും പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ മോഡി തൃശ്ശൂർ വന്നിട്ട് കുറേ ഗ്യാരണ്ടികൾ പറയണ്ടായിരുന്നു. ഈ ഗ്യാരണ്ടിയൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാ ഈ ഗ്യാരണ്ടി നടത്താൻ വേണ്ടി വീണ്ടും മോഡിനെ തന്നെ അധികാരത്തിലെത്തിക്കാൻ സാധ്യതയുണ്ടോ? VVPAT ഉള്ളിടത്തോളം കാലം, ഈ മെഷീൻ വോട്ടിംഗ് മെഷീൻ ഉള്ളിടത്തോളം കാലം മോദിനെ താഴെ ഇറക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരാൾക്കും പറ്റില്ല. എന്താ വെച്ചാൽ ഇത് ഇസ്രായേലായിട്ടുള്ള ടൈപ്പിൽ ഒരു ഹാക്കിംഗ് ആണ് നടക്കുന്നത്. അത് കൈപ്പത്തിക്ക് കുത്തിയാലും താമരയിൽ വരും, അരിവാളിന് കുത്തിയാലും താമരയിൽ വരും. ആ കണ്ടീഷനിലാണ് എവിടെ. ഒരിക്കലും അത് തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും മോഡി തന്നെ ഇന്ത്യ ഭരിക്കുന്നുള്ള ഉറപ്പാണ്. എന്താ വെച്ചാൽ അവിടെ പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ MP-മാരോട് എന്താണ് പറയുന്നത്? साले कुत्ते चुप का बैठो, उधर बैठो, ऐसा बात करते हैं ये उल्लू का पट्टा लोग. हम लोग क्या करेगा? മോഡി തന്നെ കേന്ദ്രം ഭരിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടുന്ന് കോൺഗ്രസ് ആയാലും CPM ആയാലും കേന്ദ്രത്തിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല പാർലമെന്റിൽ. ഇവർക്കൊന്നും ആകെ പേടിയുള്ളത് രാഹുൽ ഗാന്ധിനെ മാത്രമേ ഉള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണികളില്ല. അപ്പം ഇവിടുന്ന് ശക്തമായ അണികളെ നമ്മൾ അങ്ങോട്ട് വിട്ടാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതും വോട്ടിംഗ് മെഷീൻ എന്ന് മാറ്റുന്നോ അന്ന് കോൺഗ്രസ് ജയിക്കും, അല്ലാതെ ജയിക്കില്ല. ഇവിടെ സുരേഷ് ഗോപി ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം.
ആള് നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ജനങ്ങൾക്കും ഇവരൊക്കെ ആൾ ജയിച്ചില്ലെങ്കിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആളെയാണ് താല്പര്യം. പാർട്ടി നോക്കിയിട്ടല്ല, എല്ലാവരും ആളോടുള്ളൊരു താല്പര്യം. ഇവിടുത്തെ ഇത് വെച്ചിട്ട് സുരേഷ് ഗോപിയെ ജയിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ചെയ്ത പ്രവൃത്തികൾ ഇപ്പം നല്ല ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ തൃശ്ശൂരിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ആൾ ജയിക്കാനാണ് സാധ്യത. അതൊന്നും ദോഷം ചെയ്യില്ല. അത് വെറുതെ ആൾക്കാർ ആളെ ഇതിന് താഴ്ത്തി കെട്ടാൻ വേണ്ടി ചെയ്ത പരിപാടികളാണ്. ആള് വന്നോണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ലേ. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിനെ കിട്ടും, കേന്ദ്രമന്ത്രിനെ. അതുകൊണ്ട് ഇവിടെ പുരോഗമനം ഉണ്ടാവും. സുരേഷ് ഗോപി ജയിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അനുസരിച്ച് അങ്ങനെ ജനങ്ങൾ നല്ല സപ്പോർട്ടുണ്ട്. ഇവിടെ ആൾക്കാർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ടുണ്ട്. പിന്നെ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുനിൽകുമാറിൻ്റെ കാര്യമാണ് തൊട്ടതിൻ്റെ കാര്യം പറയാമല്ലോ. കരുവന്നൂരിൻ്റെ കേസുകളൊക്കെ പൊതുവെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കേസുകളൊക്കെയാണല്ലോ. അതുകൂടെ സപ്പോർട്ട് സുരേഷ് ഗോപിക്ക് ഉണ്ടാവുന്നതാണ് വിശ്വാസം. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ സാറാണ് ജയിക്കുന്നത് ഞങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങൾക്ക് വളരെ ജനക്ഷേമകരമായ പരിപാടികൾ ആൾ കൃഷിമന്ത്രി ആയിരിക്കും തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വർഗീയത ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വി എസ് സുനിൽകുമാർ ജയിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. സാധ്യത കുറവാണ്. സിനിമാ നടൻ എന്ന പേരിലാണ് അവർ പ്രചരണം നടത്തുന്നത്. പിന്നെ അവരുടെ പൈസകളൊക്കെ ഒഴുക്കുണ്ടല്ലോ. പക്ഷേ സുനിൽകുമാർ സാറ് കൃഷിമന്ത്രി ആയിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൃഷി വകുപ്പിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനക്ഷേമകരമായ പല കാര്യങ്ങളും ആൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുനിൽകുമാർ സാർ ജയിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതിന് മുന്നേ ജനിച്ചു പോയ ആൾക്കാരൊന്നും ഈ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയൊരു ചരിത്രമില്ല. ആളെങ്ങനെ ജയിച്ചു പോയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന നല്ല വിശ്വാസം നമുക്കുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജയിച്ചു പോയതുകൊണ്ട് വല്ല കാര്യം വേണ്ടേ ഈ മണ്ഡലത്തിനും ഈ സമൂഹത്തിനും വേണ്ടേ. പക്ഷെ നേരെ മറിച്ച് ഈ പ്രസ്ഥാനങ്ങളിൽ ജയിച്ചവരൊന്നും ഈ തിരിഞ്ഞു നോക്കിയ ചരിത്രമില്ലേ. 5 കൊല്ലം കഴിയും, 5 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരും, എന്നിട്ട് തിരിച്ചു പോകും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര പറയാമല്ലോ. നല്ല വ്യക്തി ജയിക്കണം, അത്രയുള്ള പറയാനുള്ളൂ. അതിപ്പോ ഓൺലൈനിൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയാണെന്നാണ്. അല്ല, അത് എനിക്ക് വ്യക്തിഗത ഗുണമൊന്നും വേണ്ട, ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ, നാടിന്റെ വികസനം ഉണ്ടാവട്ടെ. ചേട്ടാ, ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പില് ഈ തൃശ്ശൂർ മണ്ഡലത്തില് ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു കണക്കൂടല്? ഈ പ്രാവശ്യം ഉറപ്പായിട്ടും കെ മുരളീധരൻ ജയിക്കും. അതെന്താണ് ഇത്ര ഉറപ്പ് പറയാൻ കാരണം? ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയും ഈ സാഹചര്യവും ഇപ്പോഴത്തെ ഈ വിലക്കയറ്റം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങൾക്കുമെതിരെ ജനങ്ങൾ ശരിക്കും പ്രതികരിക്കും. അത് വോട്ടിൽ കൂടെ തന്നെ പ്രതികരിക്കും. പത്മജ വേണുഗോപാൽ ഈ പാർട്ടി വിട്ട് BJP-യിൽ പോയതൊക്കെ മുരളീധരൻ്റെ വോട്ടിന് ഒരു നിലയ്ക്കും ബാധിക്കില്ല. അത് പോയത് ഒരു നിലയ്ക്കും ബാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. 5 പൈസ കാര്യമില്ലാത്തതാണ്. ഒരു ബൂത്തിലൊന്നും ജയിക്കില്ല. ആളാണ് പിന്നെ പോയിട്ട് എന്താ കാര്യം? ഒരാളറിയില്ല, ഒന്നുമില്ല. വെറുതെ കരുണാകരൻ്റെ മകളെന്ന നിലയ്ക്ക് ആ ഒരു പേര് മാത്രമുണ്ട്. പക്ഷേ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഒരാളും ഒരു ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കക്ഷിയല്ല. അതുകൊണ്ട് യാതൊരു നിലയ്ക്കും അത് പ്രതികരിക്കില്ല. ഈ സുരേഷ് ഗോപി എന്നൊരു താരപ്രചാരണം നടത്തുന്ന ഒരു സിനിമാ നടൻ നമ്മുടെ തൃശ്ശൂർ മത്സരിക്കുന്നുണ്ട്. അത് കുടുംബങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്തിയ വോട്ടുകൾ കുറെ കിട്ടുന്നതാണ് BJP അനുഭാവികൾ പറയുന്നത്. അത് എങ്ങനെയാണ്? പക്ഷേ BJPക്ക് ഒരു നടനെ നിലയ്ക്ക് ആൾക്കാർ കാണാൻ വരും, ആൾക്കാരെ കാണും. വോട്ടൊന്നും കാര്യമായിട്ട് കിട്ടില്ല ആൾക്ക്. എന്തായാലും അതിനുള്ള ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നാൾക്കെതിരെ BJP ആൾ നിൽക്കുമ്പോൾ എങ്ങനെയായാലും കിട്ടാൻ. ഇവിടുത്തെ പെട്രോളിന് 40 രൂപ ആക്കുമെന്നും പറഞ്ഞു. ഗ്യാസിന് 500 അങ്ങോട്ട് ആക്കുമെന്ന് പറഞ്ഞു. ഇവിടെ മോദി ഗ്യാരണ്ടി എന്നും പറഞ്ഞ് എല്ലാം ഗ്യാരണ്ടിയുള്ളൂ. ജനങ്ങൾക്കൊരു ഉപകാരമില്ല. അതുകൊണ്ട് ആൾക്ക് ഈ തവണ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഈ സുനിൽകുമാർ മന്ത്രിക്കായിരുന്ന ആളായിരുന്നല്ലോ. ഇവിടെ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു കാര്യമില്ല. ഒരു മന്ത്രിയായ നിലയ്ക്ക് ഒരു കാര്യം ഇവിടെ കിട്ടിയിട്ടില്ല. ജനങ്ങൾക്കൊരു ഉപകാരം കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊന്നും വലിയ ഇതുണ്ടാവില്ല. ഉറപ്പായിട്ടും മുരളീധരൻ ജയിക്കും. അതിൽ സംശയമൊന്നുമില്ല. തൃശ്ശൂർ തീർച്ചയായിട്ടും സുനിൽകുമാർ തന്നെ എടുക്കും, ഒരു സംശയമില്ല.
ഇതുകൊണ്ട് നമ്മളത്തെ സുനിൽകുമാറെ സംബന്ധിച്ച് തൃശ്ശൂരിന് ഏറ്റവും ഭാരപ്രദമായ നേതാവാണ്. മുൻപ് കൃഷി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ തൃശ്ശൂരിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ജനസമ്മതനായ നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് സുനിൽകുമാർ തീർച്ചയായിട്ടും തൃശ്ശൂർ ഇതവണ എടുക്കുമെന്ന് പറയുന്നത്. 5 കൊല്ലമായിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരുണ്ടല്ലോ, അപ്പോൾ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഒരു സാധ്യതയില്ല. കാരണം കുറേ ഗിമ്മിക്കുകളാണല്ലോ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടുവരുന്നത്. കിരീടം കൊടുക്കുക, 10 ലക്ഷം മാതാവിന് ഓഫർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് തൃശ്ശൂർ പ്രത്യേകിച്ച് സാംസ്കാരിക നഗരമാണ്. ഇവിടെ ഓരോ വ്യക്തികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആരെടുക്കും തൃശൂർ, ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ്